ഇന്ന് ഞാൻ നേരെ വർക്കലയ്ക്ക് പോയൊരു ദിവസത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ഞാൻ വൈകുന്നേരത്തെ 5:50 കന്യാകുമാരി പുനലൂർ ട്രെയിനിനാണ് പോയത്. പാസഞ്ചർ ട്രെയിൻ. അതാകുമ്പോൾ വെറും 10 രൂപയുടെക്ക് നമുക്ക് വർക്കലയ്ക്ക് ഇറങ്ങാൻ പറ്റും. ഒരു അരമണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ കഴക്കൂട്ടത്തു നിന്ന് വർക്കലയ്ക്ക്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇതായിരുന്നു കാഴ്ച. എൻ്റെ ട്രെയിൻ എടുക്കാറായപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. എന്നാലും ട്രെയിൻ നമുക്ക് നിൽക്കാനൊക്കെ പറ്റും, വലിയ റഷൊന്നുമില്ലായിരുന്നു, ഫുൾ പാസഞ്ചറല്ലേ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റി. അതുകൊണ്ട് ചെന്നപ്പോഴേ ഞാൻ ബീച്ചിലോട്ടാണെങ്കിൽ പിന്നെ ക്ലിഫിലോട്ട് നടന്നു പോവുകയായിരുന്നു. ആൻഡ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കടകളാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ കഫേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും. പിന്നെ ഇങ്ങനെ ഫോറിനേഴ്സാണ് കൂടുതലും വരുന്നത്. അവരാണ് ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ കഫേയിലും കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സും പിന്നെ ഔട്ട് സൈഡ് കേരള എന്നുള്ള ആൾക്കാരാണ് കൂടുതലും കയറുന്നത്. മലയാളികളൊന്നും അങ്ങനെ കയറുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റിയ സമയം തോന്നുന്നു ഒരു 5 മണി ടു ഒരു 6:30 ആ ഒരു സമയമായിരിക്കും കൂടുതൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെയിൽ താന്ന കാഴ്ചകൾ നല്ലതായിട്ട് കാണാൻ പറ്റുന്ന ടൈം അതായിരിക്കും. അതാണെന്ന് തോന്നുന്നു കറക്റ്റ് പെർഫെക്റ്റ് ടൈം. ഞാൻ വന്നപ്പോൾ നല്ലതായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫുൾ ഒരു ഇരുട്ടിലെ കാഴ്ചകളും പിന്നെ അങ്ങനത്തെ കടകളുടെ ഇതുമാണ് കാണാൻ പറ്റിയത്. ബീച്ചിൻ്റെ ഒരു ഭംഗി ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതാണ് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കഫേയുടെ ഒരു വ്യൂ. അവിടെ നമ്മൾ ഈ വഴി നടന്നാണ് കഫേയിലോട്ട് ചെല്ലുന്നത്. കഫേയിലെ ക്ലിഫ്